ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാവ് കലക്കിയിട്ട് ചുട്ടെടുക്കുന്ന നൂൽ പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ പൊറാട്ടയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് മാവ് കുഴക്കണം, പരത്തണം, വീശിയടിക്കണം, അങ്ങനെ ഒരുപാട് റിസ്ക് ഉള്ള പണിയാണ് നമുക്ക് പൊറാട്ട റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പം നമുക്ക് 2 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറാട്ടയാണ് നമ്മുടെ നൂൽ പൊറാട്ട. നമുക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊറാട്ട വേണമെന്നൊക്കെ പറയുമ്പോൾ അവരെ കണ്ണ് പൊടിയിടാനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി പോവരുത്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഗ്ലാസ് എടുക്കാം. ഞാനിപ്പോൾ ഇത് പൈപ്പിംഗ് ബാഗിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറിൽ ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതുപോലെ ചെറിയ കുപ്പിയിൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടപ്പിന് ഇതുപോലെ ഒന്ന് ഓട്ടയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ഒരു റബ്ബറോ അല്ലെങ്കിൽ ഇത് കെട്ടിയെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഇനി ഞാനിപ്പോൾ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല. നമ്മൾ 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തീ നമ്മളൊരു മീഡിയത്തിലിട്ട് കൊടുക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചുവിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ചുട്ടെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് തോന്നിയാലും പിന്നെ 2-3-4 മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട തന്നെ ആയിട്ട് വരും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഇപ്പം നമ്മളിത് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ പൊറാട്ട റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ഉള്ള പൊറാട്ടനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര പെർഫെക്റ്റ് ഒന്നും ഏതായാലും ഈ പൊറാട്ടയ്ക്ക് കിട്ടൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം.